എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണം, അതിൻ്റെ തിരിച്ചടി ഭാഗമായി ഇന്ത്യ ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു. അത് തുടങ്ങിക്കഴിഞ്ഞു. ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയ സിന്ധു നദീജല കരാർ റദ്ദാക്കി. നല്ലൊരു തീരുമാനം. ഇത് കുറച്ച് മുൻപേ ചെയ്യണമായിരുന്നു, എങ്കിൽ തന്നെ ഇപ്പോൾ അത് സാധൂകരിച്ചു. അങ്ങനെ തിരിച്ചടി തുടക്കം കുറിച്ച എല്ലാവർക്കും, എല്ലാ രാജ്യസ്നേഹികൾക്കും, ഒപ്പം പ്രധാനമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കും നമുക്ക് അഭിവാദനങ്ങൾ നേരാം. ഇതിലൂടെ പാകിസ്ഥാന് കിട്ടുന്ന പ്രഹരം ചെറുതൊന്നുമല്ല. ആദ്യമായി ഈവൻ കുടിവെള്ളത്തിന് വരെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിവരും. കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, കൃഷി. ഒരു ജനതയ്ക്ക് ഏറ്റവും വേണ്ട 3 കാര്യങ്ങളാണ്. ഇതിലൂടെ അവർ അനുഭവിക്കാൻ പോണ ബുദ്ധിമുട്ടുകൾ ചില്ലറ ആയിരിക്കില്ല. ഇത് അവർ വരുത്തി വച്ച വിനയാണ്. ഇതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് കിട്ടുന്ന പ്രഹരം എങ്ങനെയുണ്ടായി, ആരുമൂലമുണ്ടായി, എന്തിനു വഴി ഉണ്ടാക്കി. ഇതെല്ലാം ജനങ്ങൾ അറിയട്ടെ. ഈ പട്ടാള ഭരണവും അവരും ഭീകരരും ചേർന്ന് ഇങ്ങനെ ഉള്ള അക്രമങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഒപ്പം ഏതാണ്ട് 1500 പേരെ സംശയത്തിൻ്റെ നിഴലിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നയതന്ത്ര തലങ്ങളിൽ നല്ലൊരു അഴിച്ചുപണി ഉടൻ തന്നെ ഉണ്ടാകും. ഒരു പക്ഷേ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ മിഷന് മൊത്തം വിളിക്കുകയാണ് വേണ്ടത്. ഒരു പക്ഷേ അത് നടപ്പാക്കിയേക്കാം എന്ന് വിശ്വസിക്കാം. അടിക്ക് അടി എന്നൊരു സിദ്ധാന്തം ഇന്ത്യക്ക് മുമ്പ് ഇല്ലായിരുന്നു. കഴിവതും അഹിംസാപരമായ, മനുഷ്യത്വപരമായ നിലവുകളിലൂടെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് തുടക്കം മുതൽ ഇന്ന് വരെ നാം കണ്ടിട്ടുള്ളത്. പല പ്രധാനമന്ത്രിമാരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. സൗമ്യമായി, സമാധാനമായി മറ്റുള്ള എല്ലാവരെയും കാണണമെന്നുള്ള നമ്മുടെ ആശയം കൊണ്ട് മാത്രമാണ് നാം ഇപ്പം എടുത്തതുപോലുള്ള തിരിച്ചടികൾ മുൻകാലങ്ങളിൽ ചെയ്യാതിരുന്നത്. എന്നാൽ ഇപ്പോൾ തിരിച്ചടിക്കേണ്ട നല്ലൊരു സമയമാണ്. കാരണം ലോകരാഷ്ട്രങ്ങൾ തന്നെ ഈ ആക്രമണത്തെ നിശിതമായി വിമർശിച്ചു കഴിഞ്ഞു. എല്ലാ പ്രധാനപ്പെട്ട രാജ്യ തലവന്മാരും ഈ ആക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് നാം ഒരു മിലിറ്ററി ആക്ഷനിലേക്ക് കടന്നിട്ടില്ല. ആദ്യം കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ആദ്യ നില എന്ന രീതിയിലാണ് ഈ സിന്ധു നദീജല കരാർ ഒഴിവാക്കിയത്. ഇതിലൂടെ പാകിസ്ഥാൻ ജനം അവർക്കെന്താവശ്യമുണ്ടെങ്കിൽ അവരുടെ പട്ടാളത്തിനോട് ആവശ്യപ്പെടട്ടെ. പട്ടാളത്തിൻ്റെ നിർദ്ദേശത്തിൽ പട്ടാളത്തിൻ്റെ സമൂഹത്തിലും പാവപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഇതൊക്കെ ഇവർ ഓർക്കണമായിരുന്നു. മാക്സിമം ശക്തി ഉപയോഗിച്ച് ഇനി ഒരാക്രമണം പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യക്കുണ്ടാകരുത്.
ശരിക്കു പറഞ്ഞാൽ ഈ ഓക്യുപ്പൈഡ് കാശ്മീർ അതും ഇതിനോടൊപ്പം നമ്മുടെ സേന തീർച്ചയായിട്ടും സേനയുടെ അധീനതയിലാക്കി ഇന്ത്യയോട് ചേർത്തിരിക്കണം. കാരണം അത് പാകിസ്ഥാൻ്റെ അത് നമ്മുടെയാണ്. എന്തിനു പറഞ്ഞു, ഈവൻ പാകിസ്ഥാൻ പറഞ്ഞതൊരു ഇന്ത്യയായിരുന്നു, ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനെ ഏതെല്ലാം രീതിയിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യുമോ അത് ചെയ്തേ പറ്റൂ. കാരണം ഇവർക്കിനി എക്സ്ക്യൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ എല്ലാ ജനങ്ങളോടും നമ്മൾ പറയുന്നു, ഇനി ഇവിടെ ഇന്ത്യയുടെ അകത്തുള്ള പാകിസ്ഥാന് വേണ്ടി മുറവിളി കൊട്ടുന്ന കുറേ വൃത്തികെട്ട ശകലം പോലെ ഉളുപ്പില്ലാത്ത കുറച്ച് മൃഗങ്ങൾ ഇവിടെ ഉണ്ട്, മുസ്ലിം കപടധാരികൾ. എന്നാൽ ഇവിടെ ഇന്ത്യയിൽ രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചയും ഒത്തിരി മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരെപ്പോലും മോശമാക്കി, അവരെപ്പോലും പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒന്നുമില്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില വൃത്തികെട്ട, ഒരു രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത കുറേ മുസ്ലിംസ് ഇന്ത്യയിലുണ്ട്. അവരെ നാം ഇന്ത്യൻ മുസ്ലിംസ് എന്ന് കാണാം. ഇവർ സ്നേഹമുള്ളവരല്ല, ഇവർ നമ്മളെ വഞ്ചിക്കുന്നവരാണ്. ഇവരെ നമ്മൾ തിരിച്ചറിയണം. ഇവരെ നമുക്ക് പാകിസ്ഥാനിലേക്കല്ല തിരിച്ചയക്കല്ല വേണ്ടത്, ഇവരെ ഉന്മൂലനം ചെയ്യണം. ഇതിൽ ഒരു കാരണം കൊണ്ടും ഒരു തെറ്റും ചെയ്യാത്തവർ പെടാൻ പാടില്ല. യാതൊരുന്നിലും ഇന്ത്യയെ സ്വന്തം മണ്ണായി സ്നേഹിക്കുകയും ഇന്ത്യ അവരുടെ രാജ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ലക്ഷോപജന്മം കോടാനുകോടി ജനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അത് ഉണ്ടാകില്ല. കാരണം ഇന്ത്യ എന്നുള്ള രാജ്യം എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കളോടും നമ്മുടെ ജനങ്ങളോടും പറയാനുള്ളത്, സംശയം തോന്നുന്ന ഒരു വ്യക്തിയെയും നാം ഇനി ഇവിടെ താമസിപ്പിക്കാൻ അനുവദിക്കരുത്. അവർ മറ്റെവിടെയെങ്കിലും പോട്ടെ, അവർക്ക് പാകിസ്ഥാനിൽ വേണമെങ്കിൽ പോകാം, ഒരു കുഴപ്പമില്ല. അതിനുള്ള സഹായം, മറിച്ച് അവർ ഇനി ഇന്ത്യയിൽ ജീവിക്കേണ്ട കാര്യമില്ല. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ പേരിൽ തെറ്റ് ചെയ്യാത്തവരെ ഒരു രീതിയിലും നാം ഉപദ്രവിക്കാൻ പാടില്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർ നമ്മളോടൊപ്പം ജീവിക്കേണ്ടവരാണ്. എന്നാൽ ചില പുഴിക്കുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ചില വൃത്തികെട്ട പുഴിക്കുത്തുകളിരുന്ന് ഈ പല ചാനലിലും ചിലയിടങ്ങളിലൊക്കെ നടത്തുന്ന പ്രസ്താവന, പത്രങ്ങളിൽ വരുന്ന പ്രസ്താവന, ഇത് നമ്മൾ വളരെ വ്യക്തമായി നല്ല രീതിയിൽ വീക്ഷിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും മുന്നിൽപ്പെട്ടാൽ അധികാരികളത് അറിയിക്കണം, അവരെ ശിക്ഷിക്കപ്പെടണം. കാരണം ഞാൻ ഇന്ത്യൻ സേനയിൽ സർവീസ് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്കൊരു യുദ്ധത്തിലും പങ്കെടുക്കാൻ ചാൻസ് ഉണ്ടായി. ഞങ്ങളുടെ സേനാവ്യൂഹം സിയാൽകോട്ടിന് അടുത്തുവരെ എത്തിയെങ്കിലും ഞങ്ങൾ ഒത്തിരി വില്ലേജേഴ്സിനെ ഞങ്ങൾ കണ്ടെത്താൻ പറ്റി. അവർക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ കൊടുത്തിരുന്നു. അവരൊരിക്കലും ഞങ്ങൾ എനിമികളായിട്ട് കണ്ടിട്ടില്ല. പാപം, അവർ ആ ബോർഡർ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരുടെ പേരിൽ യാതൊരു തെറ്റുമില്ല. വളരെ നല്ല രീതിയിലായിരുന്നു ഞങ്ങൾ അവരെ കാത്തുസൂക്ഷിച്ച്. സീസ് ഫയർ ആയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വിട പറയുമ്പോഴും അവരിൽ നിന്നും നല്ലൊരു പ്രതികരണമായി ഞങ്ങൾക്കുണ്ടത്. ഇന്ത്യൻ സേന എന്താണ്, ഇന്ത്യൻസ് എന്താണെന്ന് പാകിസ്ഥാനിലെ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാം. ഒരു ചെറിയൊരു വിഭാഗം, അതായത് ഈ പട്ടാളക്കാരും ചെറിയ ഈ തീവ്രവാദികളുമാണ് ഇന്ത്യക്കെതിരായിട്ട് ബുദ്ധിമുട്ടുകൾ എല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്, ഇത് ഒരു ഹ്യൂമാനിറ്റി ഇതല്ലാന്ന് മറ്റുള്ളവർ പറയുമ്പോഴും നമ്മുടെ ആൾക്കാരെ നിരായുധരായവരെ വെടിവെച്ച് കൊന്ന് ക്രൂരത കാണിച്ച് അവർക്ക് നമുക്ക് മറ്റൊരു രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഇവർക്ക് വെള്ളം കൊടുത്താലും ഇലക്ട്രിസിറ്റിക്കും എന്ത് സപ്പോർട്ട് ചെയ്താൽ ഇവർ നമ്മളെ തിരിഞ്ഞു കുത്തുന്ന ഒരു സ്വഭാവമാണ്. അതായത് ബംഗ്ലാദേശികൾ നമ്മളോട് കാണിച്ചതുപോലെ. സോ നാം എല്ലാവരും ചേർന്ന്, എല്ലാ ഇന്ത്യൻസും ഒന്നുചേർന്ന് നമ്മുടെ
ഭരണാധികാരികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് കൊണ്ട് ഊർജം പകരണം. ഏതിനും നാം അവരുടെ പിന്നിൽ ഒപ്പം ഉണ്ടാകും എന്ന് നമ്മൾ അവർ വിശ്വസിക്കണം. നമ്മുടെ മിലിറ്ററിയും എയർഫോഴ്സും നേവിയും ഒക്കെ എപ്പോഴും ജാഗ്രതാരൂപരാണ്. അവരുടെ സേവനം ഇനി അവരിലൂടെയുള്ള തിരിച്ചടികളും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയൊരു തിരിച്ചടി പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് ഉണ്ടാകാതിരിക്കണം. അതിനുള്ള വലിയ ശിക്ഷയാണ്. നമ്മൾ ആയുധങ്ങൾ കൊണ്ടുള്ള തിരിച്ചടിയല്ല കൊടുത്തത്, അവർ കഴിക്കേണ്ട ആഹാരത്തിനും കുടിക്കുന്ന ദാഹജലത്തിനും വരെ നാം തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞു. അവർ അറിയട്ടെ, ഇനി അവരൊന്ന് മനുഷ്യരായി വരുന്നു, മനുഷ്യനായി പബ്ലിക്കിൽ അവർ മാറുന്നു. അന്ന് നമ്മുടെ മനുഷ്യത്വം നമുക്ക് കാണിക്കാം. അതുവരെ നമ്മളൊന്ന് സൈലൻസ് ആയിരിക്കേണ്ടതാണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.